കൊള്ളാം, നല്ല ബെസ്റ്റ് സ്റ്റാർട്ട് തന്നെയാണ് സീസൺ 4ന്റെ 4ാം എപ്പിസോഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഫൈനലി എല്ലാവരും മനസ്സ് തുറന്ന് ചർച്ച ചെയ്യുന്നൊരു സമയമാണ്. മറ്റേത് പലരും പലതും കാണുന്നു, അതെല്ലാം മനസ്സിൽ വെച്ച് ഒറ്റയ്ക്ക് കണ്ടുപിടിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നു. ഇങ്ങനെയുള്ള തലവേദനയായിരുന്നു എപ്പോഴും. നൗ മാൻ ഇൻ യെല്ലോയുടെ സ്വീറ്റ് കണ്ടതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഒരു ഗുണമുണ്ടായി. ദ മസ്റ്റ് നീഡഡ് മീറ്റിംഗ് ഒടുവിൽ സംഭവിച്ചിരിക്കുകയാണ്. ആബിയുടെ കല്ലറയിൽ നിന്ന് അജ്ഞാത കൈവന്ന് ഭയപ്പെടുത്തിയ ബോയ്ഡ്, അയാളുടെ ഷെരീഫ് സ്റ്റേഷനിൽ ഇപ്പോൾ ഡോണയുണ്ട്. തലേ ദിവസം കണ്ടെത്തിയ നിഗൂഢമായ മാൻ ഇൻ യെല്ലോ ഡ്രസ്സിന് ചുറ്റുമായി നിൽക്കുന്ന ഹെൻറിയും ജെയ്ഡും തബീത്തയും ഒപ്പം മെല്ലിസും. ഹെൻറി എന്ന വ്യക്തിയുടെ ഫീലിംഗ് നമുക്ക് കുറച്ചുകൂടി മനസ്സിലാക്കുന്ന നിമിഷമാണിത്. ഈ മഞ്ഞ ഡ്രസ്സ് അയാൾക്കൊരു ഷോക്കാണ്. കാരണം 40 കൊല്ലത്തോളം കുടുംബം നഷ്ടപ്പെട്ട അയാൾ കഴിഞ്ഞ വീട്ടിലെ ബേസ്മെൻറ്റിൽ തൻ്റെ ഭാര്യ മിറണ്ട വരച്ച ചിത്രങ്ങൾ, അതിൽ മഞ്ഞ സ്യൂട്ട് ധരിച്ച ഒരാളുടേതും ഉണ്ടായിരുന്നു. ആ ഒരു സ്യൂട്ടാണോ ഇതെന്നാണ് അയാളുടെ ആശങ്ക. നിലവിൽ വിക്ടറി കൊണ്ട് പേടിച്ച സ്ഥിതിക്ക്, അതും പേടിച്ച് മുള്ളിപ്പോയ സ്ഥിതിക്ക് എന്തായാലും എന്തോ പ്രാധാന്യമുണ്ടെന്ന് മാത്രം ഇവർക്കറിയാം. പക്ഷേ ഈ വസ്ത്രം ഉപേക്ഷിച്ച് ആളെവിടെ പോയെന്ന് ചോദിച്ചാൽ ബോയ്ഡിന് ഇത് തങ്ങളെ കുഴപ്പിക്കാനുള്ള മോൺസ്റ്ററുകളുടെ മറ്റൊരു തന്ത്രമായാണ് തോന്നുന്നത്. കുറേ കാലം മുന്നേ ഏതോ ആൾ ഉപയോഗിച്ചിട്ട് പോയ ഡ്രസ്സായിരിക്കാം. ഇതേക്കുറിച്ച് തലവെച്ച് മനസ്സ് പൊക്കാറാക്കാൻ ഈ ടൗൺ ഇട്ട് തന്ന ഒരു കരു മാത്രമാണിത്. ഹെൻറി ഇവിടെ ഈ നടക്കുന്നത് പലതും സാധാരണമാണെന്ന് വിശ്വസിക്കാൻ പരമാവധി ശ്രമിച്ചു വന്നതായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഒരു സംഭവം കൂടി നടന്നതോടെ ഇനി ഇതെല്ലാം ആകസ്മികമായി നടക്കുന്നതെന്ന് വിശ്വസിക്കാൻ അയാൾക്ക് കഴിയുന്നില്ല. തൻ്റെ മകനുമായി ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന് എല്ലാവരോടും പറഞ്ഞുകൊണ്ട് പോകുന്നതിന് മുന്നേയായി തബീത്തി നോക്കി ഒന്ന് ചോദിക്കുന്നുണ്ട്. ആ വെള്ള വസ്ത്രം ധരിച്ച കുട്ടി, ആ കുട്ടി എന്തൊക്കെയോ പറഞ്ഞു. അതിൽ നമുക്കിനി അധികം സമയം ശേഷിക്കില്ലെന്ന് താക്കി നൽകി. അതിൻ്റെ എല്ലാം അർത്ഥം എന്താണ്? ഹെൻറി ഒന്നും മനസ്സിലാകാതെ വിഷമിച്ച് പോകുന്നതിന് പിന്നാലെ ഡോണ ടാബിയോട് ചോദിക്കുന്നത് ഹെൻറിക്ക് അറിയാമോ എന്നാണ്. എന്ത്? അയാളുടെ ഭാര്യ മിറണ്ടയുടെ പുനർജന്മമാണ് അവളെന്നുള്ളത്. ഹെൻറി അറിഞ്ഞിട്ടില്ല എന്തായാലും. താബീത്ത് ഇപ്പോഴും വിശ്വസിക്കാൻ തയ്യാറല്ലാത്ത കാര്യമാണിത്, ഈ പുനർജന്മം കൺസെപ്റ്റൊക്കെ. ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും അവൾ കരുതുന്നത് സേറയുടെ മൈൻഡ് മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് പോലെ ടൗൺ തങ്ങളെ പരീക്ഷിക്കുന്ന ഒരു കാര്യമാണിതെന്നാണ്. എന്നാൽ ജെയ്ഡ് തറപ്പിച്ച് തന്നെ പറയുന്നു ഇതെല്ലാം സത്യം തന്നെയാണ്. ഇപ്പോൾ ഹെൻറി കുറച്ച് മുന്നേ മിറണ്ട മാൻ ഇൻ യെല്ലോയെ വരച്ചെന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ പിന്തുടർച്ചയിലുള്ള താബീത്തിയുടെ മനസ്സിൽ അതേക്കുറിച്ച് എന്തെങ്കിലും കാണാതിരിക്കില്ലേ? പരിശ്രമിച്ചാൽ എന്തെങ്കിലും ഓർത്തെടുക്കാൻ കഴിയില്ലെന്നാണ് ജെയ്ഡ് ആലോചിക്കുന്നത്. ഈ ഗഡി കാട്ടിൽ നിന്ന് മാജിക് മഷ്റൂംസും കണ്ടെടുത്ത് നിൽക്കുകയാണെന്ന് അവിടെ എല്ലാവർക്കും അറിയാം. ഡോണ ബോയ്ഡിനോടായി നിലവിൽ എല്ലാവരും ഉള്ളിൽ തീയുമായി ഇങ്ങനെ നിൽക്കെ ഇവൻ ഈ മഷ്റൂം ഉപയോഗിക്കുന്നതിന് അനുവാദം നൽകാൻ നിങ്ങൾ ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും അയാൾ ഓക്കെ അല്ല. അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ ഓരോ ദിവസവും എഴുന്നേറ്റ് എത്ര പേര് ജീവിച്ചിട്ടുമുണ്ടെന്ന് കൗണ്ട് ചെയ്യേണ്ട കാര്യത്തിലും താൻ ഓക്കെ അല്ല. ഈ ടൗണിന് പിന്നിൽ എന്താണ് എൻ്റെ കിടപ്പുവശമെന്ന് പോലും ഇതുവരെയായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടില്ല. സോ ജെയ്ഡ് അവൻ്റെ മനസ്സിൽ എന്തേലും ഉണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരാൻ തുനിഞ്ഞേ പറ്റൂ എന്ന് പറയുമ്പോൾ അർത്ഥം വേറൊന്നുമല്ല, ബോയ്ഡ് സത്യത്തിൽ ജെയ്ഡിന് അനുവാദം കൊടുക്കുകയാണ് ആ കോണുകൾ ഉപയോഗിക്കാനായിട്ട്. കാരണം ഇനി വേണ്ടത് ഉത്തരങ്ങളാണ്, ചോദ്യങ്ങളല്ല, അവർക്കും നമുക്കും. എന്തായാലും നിലവിൽ ഈ നിൽക്കുന്ന ഇത്രയും പേർക്ക് മാത്രമേ പുനർജന്മത്തെക്കുറിച്ചും താബിയും ജെയ്ഡും തമ്മിലുള്ള കണക്ഷനെക്കുറിച്ചും അറിയുള്ളൂ. തൽക്കാലത്തേക്ക് അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് ബോയ്ഡ് നിർദ്ദേശിച്ച് അങ്ങനെ എല്ലാവരെയും പിരിയുമ്പോൾ താബീത്തേക്ക് ജെയ്ഡിനെ ഒറ്റയ്ക്ക് നിർത്തിയൊരു കാര്യം ചോദിക്കണം. കാട്ടിൽ ഈദനുമായിട്ട് പോയതിൻ്റെ ഉദ്ദേശം. മുന്നേ ആർവിക്കടുത്ത് വെച്ച് ജിമ്മിനെ കണ്ടതായി ഈദൻ ഈ രണ്ടുപേരോടും പറഞ്ഞിട്ടുണ്ട്. ആ കണ്ടുമുട്ടലിൽ പറഞ്ഞ ലേക്ക് ഓഫ് ടീയേഴ്സിനെ കുറിച്ച് ജെയ്ഡിനോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അതേക്കുറിച്ച് തേടിയിറങ്ങിയാണെന്ന് പറയുമ്പോൾ അതും ഒരു സങ്കല്പമാണെന്ന് താബീത്ത് നിൽക്കുന്നു. ജെയ്ഡിനും അതിൽ വലിയ കാര്യമില്ല. എങ്കിലും കുട്ടികളിതുപോലെ പേടി നിറഞ്ഞ ജീവിതം ജീവിക്കുമ്പോൾ അവരുടേതായ സങ്കല്പങ്ങളിൽ ഒരാശ്വാസവും മനസ്സുഖവും കണ്ടെത്താൻ ശ്രമിക്കാറുണ്ട്. ഇതിനിപ്പോൾ ഈ സ്ഥലം മൊത്തത്തിൽ ഒരു ട്രോമയാണ്. അവൻ ഇങ്ങനെ ഓരോ സങ്കല്പങ്ങൾ മനസ്സിന് ആശ്വാസം മേകുന്നുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ ആട്ടെ എന്ന് കരുതി ജെയ്ഡ് കൂടെ കൂടിയതാണ്. എന്തായാലും മുന്നത്തെക്കാളും തബീത്ത ജെയ്ഡിൻ്റെ കാര്യത്തിൽ കുറച്ചൊന്നും തണുത്തിട്ടുണ്ട്. മുന്നേ കളപ്പുറയിൽ വെച്ച് മുഖത്തടിച്ച പോലെ അല്ലായിരുന്നു അവനോട് സംസാരിച്ചത്. അതിനോട് ക്ഷമ ചോദിച്ച് ഇനി ചെയ്യാൻ പോകുന്നത് വളരെ ശ്രദ്ധയോടെ വേണമെന്ന് മുന്നറിയിപ്പ് നൽകി പോകുന്നു. ജെയ്ഡ് മഷ്റൂംസ് ഉപയോഗിക്കുമ്പോൾ ബോയ്ഡ് കൂടെ ഉണ്ടാകുമെന്ന് ഏറ്റിട്ടുണ്ട്. എന്തെങ്കിലും പ്രശ്നം വന്നാൽ കൈകാര്യം ചെയ്യണ്ടേ. അങ്ങനെ ഒടുവിൽ ആ മഷ്റൂം അവൻ ചവച്ചരച്ച് തിന്നാൻ തുടങ്ങുവാണ്. ഇനി എന്താണോ സംഭവിക്കുക? ഇന്നേരം ആദ്യ സീസൺ മുതലുള്ള ഒരു വൻ നിഗൂഢതയുടെ ചുരുളഴിയുകയാണ് സേറയുടെ വീട്ടിൽ. സോഫിയ അങ്ങോട്ടേക്ക് താമസമായിരുന്നല്ലോ. കെന്നി കാറിൽ നിന്നെടുത്ത പാസ്റ്ററുടെ ബിലോഗിങ്സ് അവളുടെ കയ്യിലുണ്ട്. അതിൽ കുറേ കത്തുകൾ, ഡൺ എന്ന് പറഞ്ഞ പാസ്റ്റർക്ക് അയച്ചതൊക്കെ അങ്ങനെ നോക്കിയിരിക്കെ സേറ മുറിയിലേക്ക് വരുന്നുണ്ട്. ഒരു കാര്യം അറിയാനാണ്. തന്നെക്കുറിച്ച് ഇവിടെയുള്ള ആർക്കും ഒട്ടും നല്ല അഭിപ്രായമല്ലാത്ത ഈ ഒരു സമയത്ത് എന്തിനാണ് ഒപ്പം താമസിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചത്? ഇതിന് സോഫിയ സോപ്പിടുന്നതാകട്ടെ മുന്നേ സംസാരിച്ചപ്പോൾ അവിടെ നല്ല കരുണയും അതിലൂടെ ദയാലുവുമായി തോന്നിയതുകൊണ്ടാണെന്നും. അങ്ങനെ സന്തോഷത്തോടെ തിരിച്ചിറങ്ങുമ്പോൾ സോഫിയ മുറിയിൽ നിന്ന് എന്തോ മന്ത്രിക്കുന്നതും താഴെ സേറയ്ക്കൊരു അസ്വസ്ഥത. അവളിൽ നമ്മൾ ഇത്രയും നാൾ കണ്ട ആ വോയിസ് വീണ്ടും വരികയാണ്. അതിനു പിന്നിൽ മാൻ ഇൻ യെല്ലോയാണെന്നുള്ള ഒരു വലിയ രഹസ്യം ഇവിടെ പുറത്ത് വന്നിരിക്കുന്നു. ഇതൊരു ക്രൂഷ്യൽ റിവീലാണ്. അപ്പോൾ ഈദിനെ കൊല്ലാൻ പറഞ്ഞതും 2 വണ്ടികൾ ഒരുമിച്ച് വരുന്നതിനെക്കുറിച്ചും ഫാദർ കാറ്റയുടെ രഹസ്യ കുഴിച്ചുമൂടലിനെക്കുറിച്ചുമൊക്കെ അറിയിച്ച ആ വോയിസ് മാൻ ഇൻ യെല്ലോയുടേതായിരുന്നു. എന്നാൽ സേറ ഈ വോയിസിനെ പരാമർശിക്കുന്നത് ദം എന്നായിരുന്നു. അതിനർത്ഥം അവളിൽ വരുന്ന വോയിസിന് പല ശബ്ദങ്ങളായിരുന്നിരിക്കാം. മാൻ ഇൻ യെല്ലോ മാത്രമാണ് സംസാരിക്കുന്നതെങ്കിൽ പിന്നെ എങ്ങനെ അത് സംഭവിക്കാനാണ്?
അതൊരു നിഗൂഢതയാണ്. പിന്നെ മാജിക് മഷ്റൂം പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതോ ഇനി അവൻ്റെ നോർമൽ പെരുമാറ്റമാണോ അത്? ഷെരീഫ് സ്റ്റേഷനിൽ നിന്നിറങ്ങിയ എല്ലിസിൻ്റെ തയ്യാറെടുപ്പുകൾ അന്നേ ദിവസം സെറ്റിൽമെൻറ്റിലേക്ക് പോകാൻ വേണ്ടിയായിരുന്നു. ഫുഡ് സപ്ലൈസിന് അവനോടൊപ്പം മറ്റു ചിലരും പ്രിപ്പയർഡ് ആകുമ്പോൾ പുതിയ ചില അഡീഷൻസ് കൂടി സംഘത്തിലേക്ക് വരികയാണ്. അതെങ്ങനെയെന്നാൽ താബീത്ത തിരികെ വീട്ടിലേക്ക് എത്തുമ്പോൾ ഈദൻ മുകളിൽ ആ ഉപയോഗശൂന്യമായ റേഡിയോയിൽ ജിമ്മിനെ സമ്മൺ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അച്ഛാ കേൾക്കുന്നുണ്ടോ, കേൾക്കാമോ അച്ഛാ എന്നവരൊന്ന് ചോദിച്ചുകൊണ്ട്. കാരണം മുന്നൊരിക്കൽ മരിച്ച തോമസ് അതിൽ വന്ന് സംസാരിച്ചത് അവൻ്റെ മനസ്സിലുണ്ട്. അതുപോലെ തന്നെ ജിമ്മും കണക്റ്റ് ആവുമെന്നാണ് ഈദൻ കരുതുന്നത്. താബീത്തയോടും അവൻ പറയുന്നത് അതാണ്. അച്ഛൻ മരിച്ചിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് ജിം പറഞ്ഞത് വെച്ചിട്ട് കണ്ണീർ തടാകം ലേക്ക് ഔട്ട് ഇയേഴ്സ് കണ്ടുപിടിക്കാൻ ഇറങ്ങി തിരിച്ചതെന്നും അത് വെച്ച് അച്ഛനെ തിരിച്ചു കൊണ്ടുവരാമെന്നും പറയുന്നത് കേട്ട് താബീത്ത ഒന്ന് ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് തന്നോട് ഈ ലേക്ക് ഔട്ട് ഇയേഴ്സ് കണ്ടുപിടിക്കണമെന്ന് ജിം പറഞ്ഞതിനെക്കുറിച്ച് പങ്കുവയ്ക്കാഞ്ഞതെന്നും കൂടെ വരാൻ വിളിക്കാഞ്ഞതെന്നും ചോദിക്കുമ്പോൾ ഈദൻ അറിയാമായിരുന്നു താബീത്ത ഇത് വിശ്വസിക്കാൻ പോണില്ല, തോന്നലാണെന്നേ കരുതുള്ളൂ, പറയുള്ളൂ. പക്ഷേ സത്യമാണെന്ന് കണ്ടുപിടിച്ചാൽ വിശ്വസിക്കല്ലോ. അതുകൊണ്ടാണ് അവൻ ഒറ്റയ്ക്ക് കണ്ടുപിടിക്കാൻ ഇറങ്ങിയത്. ഇവിടെ തബീത്തയ്ക്ക് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി. അവൻ ഉറച്ച മനസ്സോടെ തന്നെ ഇനിയും തേടി ഇറങ്ങുകയുള്ളൂ. അതുകൊണ്ട് തബീത്ത അവനെ വീണ്ടും നഷ്ടപ്പെടാതിരിക്കാൻ ഒരു ഡിസിഷൻ എടുക്കുകയാണ്. മുന്നേ ഡോണ എല്ലിസിനോടായി പറഞ്ഞത് അവളും കേട്ടിരുന്നു, സെറ്റിൽമെൻറ്റിലേക്ക് പോകുന്നതിനെക്കുറിച്ച്. സോ ബാഗ് പാക്ക് ചെയ്യാൻ ഈദിനോട് പറയുകയാണ്. ഇരുവരും ഒരുമിച്ച് പോയി ഈദിൻ്റെ തിരച്ചിൽ തുടരാം. അപ്പോൾ മകൻ എപ്പോഴും കൂടെ തന്നെ കാണുമല്ലോ, ലോസ്റ്റ് ആവാതെ. സെറ്റിൽമെൻ്റ് എന്ന് പറയുമ്പോൾ ഇനിയും എക്സ്പ്ലോർ ചെയ്യാൻ കുറേ സ്പോർട്സ് ഉള്ള ഏരിയ അല്ലേ. മാത്രമല്ല ജിം കണ്ടുപിടിച്ചൊരു സ്ഥലം കൂടിയാണത് കെന്നിക്കൊപ്പം. സോ എന്തൊരു സ്പെഷ്യാലിറ്റി കാണാതിരിക്കില്ല. ഈ യാത്രയ്ക്കൊപ്പം കൂട്ടാനായി ജൂലിയെ വിളിക്കാൻ ചെല്ലുമ്പോൾ അവൾ റാൻഡലുമൊത്ത് അവൻ്റെ വീടായ ബസ്സിലാണ്. തബീത്ത എന്നിട്ട് ജിം ഈദനുമായി സംസാരിച്ചെന്നൊക്കെ പറയുന്നത് ജൂലിക്ക് കൺഫ്യൂഷനും. അവളെ ഒറ്റയ്ക്കാക്കി പോകാൻ തബീത്ത ഒരിക്കലും സമ്മതിക്കില്ല. കൂടെ വരാൻ വിളിക്കുമ്പോൾ എന്നാൽ ജൂലിക്ക് വരാൻ താല്പര്യമില്ല താനും. കാരണം അവളുടെ മനസ്സ് മൊത്തവും ഇപ്പോൾ വേറെ റൂട്ടിലല്ലേ, സ്റ്റോറി വാക്കിംഗ്. തനിക്ക് കൂടി റാൻഡലുണ്ടെന്നും രാത്രി ക്ലിനിക്കിൽ ക്രിസ്റ്റിക്കും മരിയലിനൊപ്പം കഴിഞ്ഞോളാമെന്ന് പറഞ്ഞ് അങ്ങനെ അനങ്ങാതിരിക്കുന്നുണ്ട് റാൻഡലിനെ ഒന്ന് വിളിച്ച് പുറത്തേക്ക് ഇറക്കുന്നുണ്ട് ടാബി. വിരട്ടാനാണ്. റാൻഡലിനെ ചുറ്റുപാടൊന്നും അവർക്കറിയില്ല. എന്നാൽ ജൂലിക്കിപ്പോൾ അവനിൽ വിശ്വാസമുണ്ട്. ആ വിശ്വാസം മുതലെടുത്ത് എന്തേലും വേണ്ടാത്തതോ അറിയാത്തതോ ചെയ്യാൻ നിന്ന പിന്നെ ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് അറിയാമല്ലോ എന്ന് അവനെ ഒന്ന് പേപ്പിടിയാക്കുമ്പോൾ കൊള്ളാം. തബീത്ത ഒരു അടിപൊളി തള്ളയാണ്. മദേഴ്സ് ഡേ കഴിഞ്ഞെങ്കിലും ആ ദിവസം അവർക്കുള്ള സ്ട്രോങ് മദറിനെ കാണാൻ പറ്റി. അങ്ങനെ താക്കീത് നൽകി പോകുമ്പോൾ ഈ ജൂലിയും റാൻഡലും ബസ്സിനുള്ളിൽ എന്ത് ചെയ്യുകയായിരുന്നു എന്നറിയണ്ടേ. അവർ വീട്ടിൽ നിന്നെടുത്ത ഈദിൻ്റെ സ്റ്റോറി ബുക്കുകൾ ക്രോമനോക്കളും ഗൂളിഗോക്കും ഇത് രണ്ടും വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, സ്റ്റോറി വാക്കിങ്ങിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാനായിട്ട്. പിള്ളേർക്കുള്ള ബുക്ക് വായിക്കുന്ന പുച്ഛം റാൻഡൽ ഉണ്ടായിരുന്നെങ്കിലും സ്റ്റോറി വാക്കർ ഫ്രെഡ് എന്നൊരു ക്യാരക്ടർ ഗൂളിഗോഗ് സ്റ്റോറി ബുക്കിൽ കണ്ടതും കാര്യങ്ങൾ മാറി. ലിഫ്റ്റ് റിപ്പയർ ചെയ്തിരുന്ന ഒരാളായിരുന്നു ഫ്രെഡ്, ബുക്കിലെ പ്രധാനിയായ ഗ്രാൻഡ് ഗൂഗിളിൻ്റെ കസിൻ. അയാൾ ഫ്രീ ടൈമായ വീക്കെൻഡുകളിൽ പല പല പ്രധാന സംഭവങ്ങൾ നടന്ന കാലത്തേക്ക് സ്റ്റോറി വാക്കിംഗ് നടത്തുന്നതായിട്ടുള്ള പരാമർശം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ടാബി എത്തിയത്. അതവിടെ വെച്ച് നിർത്തിയെങ്കിലും ഇപ്പോൾ ടാബി റാൻഡലിനെ വിരട്ടി തിരിച്ചു പോകുന്നതും അവർ ആ കഥയുടെ ബാക്കിയിലേക്ക് വീണ്ടും കടക്കുവാണ്. ഗൾഫിൽ പോകാൻ നിൽക്കുന്ന ഭർത്താവിനെ പോലെ എലിസിന് വലിയ വിഷമം. ഫാത്തിമയെ അവസ്ഥയിൽ വിട്ടുപോകാൻ മനസ്സ് വരുന്നില്ല അവന്. എന്നാൽ ഫാത്തിമ കുഴപ്പമൊന്നുമില്ലെന്ന് അവനെ ആശ്വസിപ്പിച്ച് വിടുമ്പോൾ ഈ ഫുഡ് റൺ ടീമിൽ ഡോണയുമുണ്ട് ഒരു ലീഡറായി. അവരുടെ ഫസ്റ്റ് ടൈമാണ്. അതുകൊണ്ട് കോളനി ഹൗസിൻ്റെ ചുമതല ഇപ്പോൾ ഏൽപ്പിച്ചിരിക്കുന്നത് കെന്നിയെയാണ്. അവനൊക്കെയാണ്, നോ പ്രോബ്ലം, എല്ലാ കാര്യവും ഈ ഞാൻ ഏറ്റു എന്ന് നിൽക്കെ അവിടേക്ക് അമ്മയും മകനും എത്തുകയായി. അവർക്ക് ഇതുകൊണ്ട് ഇച്ചിരി ഡൗട്ടുണ്ട്. എന്നാലും വരുന്നതിൽ യാതൊരു കുഴപ്പമില്ല, മനസ്സൊന്ന് ശാന്തമാവുന്നെങ്കിൽ ആവട്ടെ എന്നങ്ങനെ സംഘം സഞ്ചാരം തുടങ്ങുമ്പോൾ ഫാത്തിമ ഉടൻ തന്നെ ചെല്ലുന്ന മുകളിലെ മുറിയിൽ എൽജിന് നേരം കൊണ്ടിട്ട് ആ മണ്ണില്ലേ അതിലേറാൻ വെള്ളമൊഴിച്ച് നനച്ച് നിൽക്കുവാണ്. അവളവിടേക്ക് വന്നതും എൽജിൻ സന്തോഷത്തോടെ ഇനി എന്താണ് ചേച്ചി എന്ന് ചോദിക്കുന്നതും ഇനി പണി ഫാത്തിമയ്ക്കാണ്. അവനെ പുറത്താക്കി അവിടെ മണ്ണ് കുഴയ്ക്കാൻ തുടങ്ങുന്നു. മുറിയിൽ ഇങ്ങനൊരു സീക്രട്ട് പ്രോജക്റ്റ് നടക്കുന്നെങ്കിലും വൈകാതെ കെന്നി അത് കണ്ടെത്തുന്നു. വെള്ളം ചൊരുന്ന കണ്ട് ചെന്ന് നോക്കുമ്പോൾ അവൾ കാര്യമായിട്ടെന്തോ പണിയിലും. കെന്നിക്ക് ടെൻഷൻ. ഹെൻറി ഇന്നേരം വിക്ടറെ കണ്ടുപിടിക്കുമ്പോൾ അവൻ മരത്തിൻ്റെ അടിക്കണക്കെടുക്കുവാണ്. ആരാ പറഞ്ഞേ വിക്ടർ മുള്ളിയിട്ട് പാൻറ് കഴിയിട്ടില്ലെന്ന്? അത് സത്യമാണ്. ഗ്രേറ്റ് ഒബ്സർവേഷൻ മാൻ. മുന്നേ ഈദൻ ഒരിക്കൽ കണ്ട പോലെ വിക്ടർ ഈ സമയം അവിടെയുള്ള മരം അത് നിന്നിരുന്ന സ്ഥലത്ത് നിന്ന് മാറിയൊന്ന് മെഷർമെൻ്റ് എടുക്കുവാണ്. ഇതിന് വട്ടായി തോന്നുമെങ്കിലും വിക്ടറിന് ഇതിൽ വലിയ കാര്യമുണ്ടെന്നറിയാലോ. മരത്തിൻ്റെ സ്ഥാനം മാറുന്നതും കാലാവസ്ഥ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്നതും, അതായത് കുറച്ചാൾക്ക് മുന്നേ മഞ്ഞല്ലായിരുന്നോ, പെട്ടെന്ന് ഇപ്പോൾ വസന്തമായി. ഇതെല്ലാം ടൗണിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളുടെ ഒരു സൂചനയാണ് എന്നാണ് അവൻ വിശ്വസിക്കുന്നത്. മഞ്ഞ വസ്ത്രത്തെക്കുറിച്ച് ചോദിക്കും മുന്നേ വിക്ടറെ ഒന്ന് ശാന്തമാക്കാൻ ഹെൻറിയും ഈ അടിക്കണക്കിനൊപ്പം കൂടുമ്പോൾ ഷേടാ ഒന്നും ആയില്ല ഇതുവരെ. ബോയ്ഡും ഉള്ളിൽ വെയിറ്റിംഗ് ആണ്, അവന് ലഹരി തലയ്ക്ക് പിടിക്കുന്നതും കാത്ത്. അയാളുടെ ഉള്ളിൽ ഭാര്യ ആബിയുടെ ഓർമ്മകളാണ്. കാരണം കല്ലറയിൽ വെച്ച് സംഭവിച്ച ഭീകരത ഉള്ളിലുണ്ടെങ്കിലും ഇതുവരെ ആരോടും പങ്കുവച്ചിട്ടില്ല. ആഹാ, ഒരു കാര്യം ഇപ്പോഴും ഓർമ്മ വന്നേ. അക്കോസ്റ്റയെ ആ സ്റ്റോറേജ് ഷെഡിലാക്കിയ ശേഷം പിന്നെ അവളുടെ കാര്യം എന്തായെന്ന് കണ്ടില്ലല്ലോ. ആബിയുടെ ഓർമ്മ വീണ്ടും കൊണ്ടുവന്നതിന് കാരണമേ ഈ അക്കോസ്റ്റയാണ്. പണ്ട് ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആബി ബോയ്ഡിനെ എഴുതി വെച്ചിട്ട് പോകുന്ന വിഷ് നോട്ട്സും അവരുടെ മോതിരവുമെല്ലാം അങ്ങനെ നോക്കി ഓരോന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് കെന്നി ഫാത്തിമയുടെ പുതിയ ആർട്ട് വർക്ക് കണ്ട പരിഭ്രമത്തിൽ
പോസ്റ്റ് ഓഫീസിലേക്ക് ഓടി എത്തുന്നത്. കാരണം കെന്നി നോക്കുമ്പോൾ ഫാത്തിമ എന്താണൊക്കെ ചെയ്യുന്നത്? ഡോണയാണെ സ്ഥലത്തുമില്ല. ഉത്തരവാദിത്വം തനിക്കല്ലേ? അങ്ങനെ ഓടിയെത്തി നിൽക്കുന്നത് നമ്മുടെ ജെയ്ഡിനടുത്താണ്. അവനുടനെ ബോയ്ഡിനെ ഉറച്ചു വിളിക്കുന്നത്. പാവം ഷെരീഫ് ഞെട്ടി ഓടി വന്ന് നിൽക്കുമ്പോൾ ജെയ്ഡിൻ്റെ ചോദ്യമോ, ബോയ്ഡ് ഇവിടെ ഇപ്പോൾ കെന്നി നിൽപ്പുണ്ടോ? ബെസ്റ്റ്, ബോയ്ഡിൻ്റെ പാതി ജീവനങ്ങ് പോയി ഓടി വന്നാണ്. മഷ്റൂം അടിച്ചിട്ടിരിക്കുമല്ലേ അതിൻ്റെ ആയി കാണുന്നതൊക്കെ. കെന്നിയുടൻ ബോയ്ഡിനെ കോളനി ഹൗസിലേക്ക് കൊണ്ടെത്തിക്കുമ്പോൾ അപ്പുറത്ത് ഹെൻറി തഞ്ചത്തിൽ വിക്ടറിനോട് അടിക്കണക്ക് നോക്കുന്നതിനിടെ ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസത്തെ ആ സംഭവത്തെക്കുറിച്ച്. ആ മഞ്ഞവസ്ത്രം കണ്ടിട്ട് അവൻ ഇതൊന്നും സത്യമല്ലെന്ന് വിശ്വസിക്കാൻ ശ്രമിച്ചുവരുന്നതായിരുന്നില്ലേ പറഞ്ഞത്? എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞ് പൊട്ടിക്കരഞ്ഞത്? ആ വസ്ത്രം ധരിച്ച ആൾ നിന്നെ ഉപദ്രവിച്ചിട്ടുണ്ടോ എന്ന് തിരക്കുമ്പോൾ ആദ്യം വിക്ടർ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചാലും അവൻ്റെ മനസ്സ് പെട്ടെന്ന് ഡിപ്രസ്ഡായി. അവൻ കുറച്ചു നേരം മിണ്ടാ നിന്നിട്ട് ഹെൻറിയും കൂട്ടി പോകുന്നു. വാ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. വിക്ടറിനെ കൺവിൻസ് ചെയ്യുക എന്നത് ഇതിൽ കട്ടിയാണ്. പക്ഷേ ഹെൻറി അത് വിജയിച്ചു. മാനിനിയലോയുടെ രഹസ്യങ്ങൾ നമ്മൾ വൈകാതെ അറിയാൻ പോവുകയാണ് എന്നർത്ഥം. ഈദനും ടാബിയും പോയതോടെ വീട്ടിലേക്കെത്തി സ്റ്റോറി വാക്കിങ്ങിൻ്റെ സ്പെഷ്യാലിസ്റ്റ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന ജൂലിക്കും റാണ്ടലിനും പിടികിട്ടുന്ന ഒരു കാര്യം, ബുക്ക് മാർക്ക്. നമ്മൾ സ്റ്റോറി വാക്കിംഗ് നടത്തുന്നത് ഏത് ചാപ്റ്ററിലേക്കാണോ, അതായത് ഏത് സന്ദർഭത്തിലേക്കാണോ, ലൈക്ക് ജിമ്മും ബോയ്ഡും ആർവിയിൽ കുടുങ്ങുന്നതോ അല്ലെങ്കിൽ ബോയ്ഡ് കിണറ്റിൽ വീണ് കിടക്കുന്ന സിറ്റുവേഷനോ, അങ്ങനെ ഏതായാലും അവിടെ ഒരു ബുക്ക് മാർക്ക് നടത്തണം. അങ്ങനെ ഒരു അടയാളം സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ ആ സന്ദർഭങ്ങളിലേക്ക് വീണ്ടും കടക്കാനാകും. അല്ലെങ്കിൽ ബുക്ക് മാർക്ക് കണ്ടിട്ട് അതേത് സന്ദർഭമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. കഥയിൽ ഗ്രാൻഡ് ഗൂളിയോ ഫ്രെഡിനോട് ഇതേക്കുറിച്ച് ആരാഞ്ഞപ്പോൾ പറഞ്ഞു കൊടുക്കുന്ന വിവരണങ്ങളാണിതെല്ലാം. ബുക്ക് മാർക്ക് ചെയ്യുക ഇതൊന്നും നടപ്പുവശമുള്ള കാര്യങ്ങളല്ലെന്ന് റാണ്ടലിൻ്റെ നിലപാട്. എന്നാൽ ജൂലി സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ ഇമ്പോസിബിൾ എന്ന് കരുതിയിരുന്ന ഒരു ചുറ്റുപാടിൽ ജീവിക്കുമ്പോൾ ഇനിയും ആ വാക്കിന് പ്രസക്തിയില്ല. താബീത്ത ഈ സ്ഥലത്തെക്കുറിച്ച് കൊച്ചിലെ സ്വപ്നം വരെ കണ്ടിരുന്നു. അതിവിടെ എത്തപ്പെട്ടപ്പോഴാണ് ഓർമ്മ വന്നത്. അതുപോലെ ടൗണിന് പുറത്തായി ഇനിയും ഇവിടെ ട്രാപ്ഡാകാത്ത എത്ര ആളുകളുണ്ടെങ്കിലോ അവർക്ക് പെട്ടെന്ന് ഇതേപോലെ പണ്ടെങ്ങോ കണ്ട സ്വപ്നം ഓർമ്മ വന്ന് അത് വെച്ച് എഴുതിയതായിരിക്കില്ലേ ഈ പുസ്തകങ്ങളൊക്കെ. കുറച്ചുകൂടെ ക്ലിയറായി പറഞ്ഞാൽ ജൂലി ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം ഊഹിക്കുന്നുണ്ട്. സ്റ്റോറി ബുക്കുകളും ഈ ടൗൺഷിപ്പുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ലിങ്ക് ചെയ്യിച്ചുകൊണ്ട്. ബുക്കിലെ ഓരോ കാര്യങ്ങൾക്ക് ടൗണുമായി നല്ല കണക്ഷനുണ്ട്. അതിനർത്ഥം ഇത് തമ്മിൽ ലീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു നിഗൂഢ ടൗണിലെ ഓരോ സംഭവങ്ങളും അതിൻ്റെ ബിറ്റ്സ് ആൻഡ് പീസസായി പുറത്തുള്ള റിയൽ വേൾഡിലേക്ക് ലീക്കാവുന്നുണ്ട്. അത് പലരിലേക്ക് സ്വപ്നങ്ങളിലൂടെയും വിഷൻസിലൂടെയും എത്തിച്ചേരുന്നുമുണ്ട്. ദാറ്റ്സ് വൈ മിറണ്ടയ്ക്കും ഈതനും ടാബിക്കും ഇവിടവുമായി ബന്ധപ്പെട്ട സ്വപ്നങ്ങളും വിഷൻസും ഒക്കെ വന്ന് അതേക്കുറിച്ച് വരച്ചതും ഓർമ്മകൾ അറിയാതെ തന്നെ മനസ്സിൽ തങ്ങി നിൽക്കുന്നതുമൊക്കെ. ഇപ്പോൾ ജൂലി ഈ ഈതൻ്റെ കിഡ് സ്റ്റോറി ബുക്ക് നോക്കിയിരിക്കുന്നത് ഒരു വിധിയാണെങ്കിലോ എന്നാണ് അവൾ ചിന്തിക്കുന്നത്. തൻ്റെ അച്ഛനെ രക്ഷിക്കാൻ ഒരു വഴി ഉണ്ടെങ്കിൽ മുന്നിലിപ്പോൾ ഈ കാര്യങ്ങൾ മാത്രമാണ് അതിലേക്ക് നയിക്കുന്നതെന്ന് നിൽക്കുന്നതുകൊണ്ട് റാണ്ടൽ ഇമോഷൻ മനസ്സിലാക്കി ഇനി ഈ ബുക്ക് മാർക്ക് എങ്ങനെ ഒപ്പിച്ചെടുക്കുമെന്ന് ചോദിക്കുവാണ്. നമ്മൾ കണ്ട ഒരു ഇൻസ്റ്റാഗ്രാം റീലോ ട്വീറ്റോ മറ്റോ ആയിരുന്നെങ്കിൽ പിന്നീട് കാണാനായിട്ട് സേവ് ചെയ്തോ അല്ലെങ്കിൽ ബുക്ക് മാർക്ക് ചെയ്തോ വയ്ക്കാം. പക്ഷേ ടൈം ട്രാവൽ നടത്തി പോകുന്ന ഒരു സ്ഥലത്തെ ഇവരെങ്ങനെയാണ് മാർക്ക് ചെയ്യാൻ പോവുക? ലെറ്റ് സീ. എവിടേക്കും പോകാതെ ഇവിടെ തന്നെ നിന്നോണം എന്ന് ജെയ്ഡിനോട് പറഞ്ഞിട്ട് മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ ബോയ്ഡ് കാണുന്നത് ഫാത്തിമ ചെളി വെച്ച് ഒരു കൂന നിർമ്മിക്കുന്നതാണ്. എന്ത് ചെയ്യാമെന്ന് ചോദിക്കുമ്പോൾ ഒരു മോൺസ്റ്ററെ ഉണ്ടാക്കാൻ പോവുകയാണെന്ന് അവളും. സംഭവം ഫാത്തിമയുടെ അച്ഛനും അമ്മയും പണ്ട് പറഞ്ഞു തന്ന കുറേ കാര്യങ്ങൾ, അതും വിശ്വാസത്തിൻ്റെയും പ്രതീക്ഷയുടെയും ഒക്കെ ഓരോ ദൈവിക കാര്യങ്ങൾ. കല്ലും മുള്ളും നിറഞ്ഞ വഴികളാണ് സ്വർഗത്തിലേക്കുള്ള വഴി. നരകത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ ജന്മമെടുത്തൊരു പോരാളി, മല്ലൻ എന്നൊരു സങ്കല്പം ഉണ്ടായിരുന്നു, ഗോലം എന്ന് പറഞ്ഞിട്ട്. ആ രൂപത്തെ ഉണ്ടാക്കിയാൽ അതെല്ലാവർക്കും രക്ഷയേക്കും, കാക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഗോലത്തിൻ്റെ ഒരു പ്രതിമ ഉണ്ടാക്കുകയാണ് ഫാത്തിമ എന്ന് പറയുമ്പോൾ ബോയ്ഡിന് ഇനി ഇതേക്കുറിച്ചൊന്നും പറയാൻ തോന്നുന്നില്ല. പക്ഷേ എല്ലിസിന് ഇതേക്കുറിച്ച് അറിയാമെന്ന് തിരക്കുന്നുണ്ട്. ഫാത്തിമ മറച്ചു വെച്ചിട്ടില്ല, പക്ഷേ അവൻ്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. തിരിച്ചു വരുമ്പോൾ മനസ്സിലാക്കിക്കോളും എന്ന് നിൽക്കുകയാണ്. പുറത്ത് നിൽക്കുന്ന കെന്നിയോട് ഗോലത്തെക്കുറിച്ച് പറഞ്ഞിട്ട് തൽക്കാലത്തേക്ക് ഫാത്തിമയ്ക്ക് ഇത്തിരി സ്പേസ് കൊടുക്കാൻ പറയുവാണ്. ഗർഭം ധരിച്ച് കുറേ അനുഭവിച്ചതല്ലേ, ഇത് റിലാക്സേഷൻ ആവട്ടെ എന്ന പോലെ. ബോയ്ഡ് ഇങ്ങനെ പറയുന്നെങ്കിലും കെന്നിക്ക് നല്ല ആശങ്ക. താൻ കണ്ടിരിക്കുന്ന ഫാത്തിമ അല്ല ഇത്. ബോയ്ഡ് കണ്ട അവളുടെ രീതിയുമല്ല ഇപ്പോൾ കാണുന്നത്. ടൗൺ മുന്നേ ആബിയെ കൊണ്ട് അസ്വാഭാവികമായ ഓരോന്ന് ചെയ്യിപ്പിച്ച് മറ്റുള്ളവർ കൂടി അപകടമുണ്ടാക്കിയ കാര്യം ഇൻഡയറക്റ്റ് ചെയ്യാൻ ബോയ്ഡിനോട് പറയുന്നത് അയാൾക്ക് ആ ഒരു സീരിയസ്നെസ്സിൻ്റെ വ്യാപ്തി മനസ്സിലാക്കാൻ സഹായമാവുന്നുണ്ട്. ഫൈനലി നിങ്ങളിൽ പലരും കാത്തിരുന്ന ആ ഒരു മീറ്റപ്പ് നടക്കുകയാണ്. എൽജിൻ ആൻഡ് സേറ. സബാഷ്. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് സേറയ്ക്കുള്ളിൽ ആ വോയിസ് ഉണ്ടാവുന്നത്. ഉള്ള സമ്മാനം കൂടെ പോയി അവൾ ചാപ്പലിൽ ഇരിക്കുമ്പോഴാണ് എൽജിൻ ഫാത്തിമയുടെ ഹെൽപ്പിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞ് അവിടേക്ക് എത്തുന്നത്. ആദ്യം കാണുമ്പോൾ രണ്ടുപേർക്കും പരസ്പരം ഫേസ് ചെയ്യാൻ ഒരു മടി ഉണ്ടെങ്കിലും സേറ ടെൻഷനിലാണെന്ന് വൈകാതെ എൽജിൻ മനസ്സിലാക്കുന്നു. അവൾ അവനോടായി ആ കിമോണോ ലേഡി വീണ്ടും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ എന്ന് തിരക്കുകയാണ്. രക്ഷപ്പെടാമെന്ന് പ്രതീക്ഷകൾ നൽകി അക്രമങ്ങൾ ചെയ്യിച്ചൊടുക്കം ഒരു ഗുണവും ഉണ്ടാക്കാതിരുന്ന അതേപോലെയായിരുന്നു സേറയ്ക്ക് ആ വോയിസും. ഇപ്പോൾ വീണ്ടും ആ വോയിസ് വന്നതായും അതിപ്പോൾ പറഞ്ഞൊരു കാര്യം, ഡൈനറിൽ പോയി അവിടെ കുടിക്കാൻ വെച്ചിട്ടുള്ള വെള്ളം ഒരു ഗ്ലാസ് ഒഴിച്ച് കുറച്ച് കുടിക്കുക, ബാക്കി തിരികെ കണ്ടെയ്നറിലേക്ക് തന്നെ ഒഴിക്കുക. ഉച്ചയ്ക്ക് മുന്നേ ഇത് ചെയ്തില്ലേ അവളുടെ പ്രിയപ്പെട്ടവർക്ക് ദോഷമാണെന്ന് ആ വോയിസ് പറഞ്ഞിരിക്കുകയാണ്. കേട്ടാൽ ഇതൊരു കൊച്ചുകാര്യമല്ലേ, അങ്ങ് ചെയ്തു കളയാൻ എൽജിൻ പറയുന്നെങ്കിലും സേറയ്ക്ക് പേടിയാണ്.
കാരണം ഇവിടെ എന്ത് കാര്യത്തിന് പിന്നിലും ഒരു പ്രശ്നം കാണും. തനിക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലോ, അതാണ് ഈ വോയിസ് കേൾക്കാൻ കാരണമെങ്കിൽ അത് കുടിക്കുന്ന വെള്ളത്തിലൂടെ പകരാൻ സാധ്യതയുണ്ടെങ്കിലോ, ബാക്കിയുള്ളവരെ കൂടി ഈ നരകത അനുഭവിപ്പിക്കാനാണോ എന്നവൾ ആശങ്കപ്പെടുന്നു. എന്തായാലും ഒടുക്കം അവൾ ഡൈനറിലേക്ക് എത്തുമ്പോൾ അവിടെ മരിയലും ക്രിസ്റ്റിയുമുണ്ട്. അവർ സോഫിയെ നോക്കിയിരിക്കുകയാണ്. അവളാണെങ്കിൽ ആ സ്വിമ്മിംഗ് പൂളിൽ പോയി ചുമ്മാ നോക്കി ഇങ്ങനെ നിൽക്കുന്നു. മറ്റേ ഡെയിലിനെ അടക്കിയിരിക്കുന്ന ആ കല്ലറയിലേക്കും മറ്റും. ഈ പാർട്ണേഴ്സിൻ്റെ ചർച്ച സോഫിയുടെ മാനസികാവസ്ഥയെക്കുറിച്ചാണ്. അന്ന് മരിയൽ വന്നപ്പോൾ അറ്റ്ലീസ്റ്റ് ക്രിസ്റ്റിയെങ്കിലും ഉണ്ടായിരുന്നു. എന്നാൽ സോഫിയുടെ കാര്യം നോക്കിയാൽ അവളുടെ ഉണ്ടായിരുന്ന അച്ഛനും കൂടി നഷ്ടമായി, ആകെ തകർന്ന അവസ്ഥയിലും. പെണ്ണിനെപ്പോഴും ഭയങ്കര പ്രാർത്ഥനയാണ് എന്നൊക്കെ ചിരിച്ചാച്ചിരുന്ന സമയം അവിടേക്ക് കയറി വരുന്ന സേറ എന്ത് ചെയ്യുന്നു? ജാറിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് കുറച്ച് കുടിക്കുകയാണ്. എന്നിട്ട് ഗ്ലാസും പിടിച്ചങ്ങനെ നിൽക്കെ ബാഗ്റ്റ് അവിടേക്ക് എത്തുന്നു. ടൗണിലേക്ക് എത്തിപ്പെട്ട ആ ബസ് ഡ്രൈവ് ചെയ്ത ഈ ബാഗ്റ്റ് ആണല്ലോ ഇപ്പോൾ ഡൈനറിൻ്റെ എല്ലാം നോക്കി നടത്തിപ്പ്. സേറയുടെ നല്ല സംസാരമാണ് ബാഗ്റ്റിയിൽ നിന്നും. അവളെ വീണ്ടും ഡൈനറിലേക്ക് ജോലിക്ക് വരാൻ വിളിക്കുകയാണ്. ആളുകൾ പറഞ്ഞ ചരിത്രവും ബാഗ്റ്റ കാണുന്ന സേറയും തമ്മിൽ നല്ല അന്തരമുണ്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ സേറ ഒതുങ്ങിക്കൂടി ഒറ്റപ്പെടേണ്ടവളല്ലെന്ന് ആശ്വസിപ്പിക്കുന്നതും അത് അവൾക്കൊരു വലിയ റിലീഫാണ്. അങ്ങനെ സേറ കുടിച്ച ഗ്ലാസ്സിലെ വെള്ളം തിരിച്ചൊഴിക്കുന്നതിന് പകരമായി ബാഗ്റ്റെ കൊണ്ട് അത് കളയിക്കുന്നതും പുറത്തൊരു അലർച്ച സോഫിയുടേതാണ്. എല്ലാവരും പോയി നോക്കുമ്പോൾ അവൾ സ്വിമ്മിംഗ് പൂളിൽ വീണ് കിടക്കുകയാണ്. കൈ ഒടിഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന സമയത്ത് ആരോ വന്ന് തെള്ളിയിട്ടു എന്ന് പറയുമ്പോൾ പാവം സേറ അറിയുന്നില്ല ഇത് സോഫിയുടെ ചതിയാണെന്ന്. അവൾക്ക് പ്രിയപ്പെട്ടതായി തുടങ്ങിയ ഒരാൾക്കിപ്പോൾ അപകടം സംഭവിച്ചിരിക്കുകയാണ്. സോ എന്ത് ചെയ്യുന്നു? നേരെ ഡൈനറിലേക്ക് തിരിച്ചു പോയി ആ വെള്ളം കുടിക്കുന്നു. ബാക്കി വന്നത് തിരികെ ജാറിലേക്ക് ഒഴിക്കുന്നു. സേറ പറഞ്ഞ പോലെ അവൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഇനി പലർക്കും ഇതേ അലട്ടൽ ഉണ്ടാവാൻ പോവുകയാണ്. അത് നല്ലതിനായിരിക്കില്ല. ചിലപ്പോൾ ഇനി മാനിനിലയുടെ വെറും ഒരു ടെസ്റ്റ് മാത്രവുമായിരിക്കാം. ഇത്രയൊക്കെ കഴിഞ്ഞിട്ടും സേറ വോയിസുകൾ പറയുന്ന അനുസരിക്കാൻ തയ്യാറാവുമോ എന്നുള്ള അവളുടെ ദൃഢതയെ പരീക്ഷിക്കുന്ന ടെസ്റ്റ്. സെറ്റിൽമെൻറ്റിലേക്കുള്ള വഴിയിൽ ഡോണ തബീത്ത കൂടെ വരുന്നതിൻ്റെ ഉദ്ദേശം അറിയാൻ താല്പര്യപ്പെടുമ്പോഴാണ് അവൾക്ക് ജിം മരിച്ചതോടെ ഇനി എന്ത് ചെയ്യണമെന്നറിയാൻ നടക്കുന്നതിനെക്കുറിച്ച് പങ്കുവയ്ക്കുന്നത്. ഇപ്പോഴും അത് അംഗീകരിക്കാതെ ജിമ്മിനെ തേടി നടക്കുന്ന പോലെ ഒരു തോന്നലാണ് അവൾക്ക്. ഈദിൻ്റെ വിശ്വാസത്തിൻ്റെ പുറത്ത് ലേക്ക് ഓഫ് ടീയേഴ്സ് കണ്ടുപിടിക്കാൻ ഇറങ്ങിയതാണ്. പക്ഷേ അതൊരു സത്യമല്ല എന്നവൻ അറിയുമ്പോൾ എത്രത്തോളം വിഷമിക്കും. താൻ മക്കളെ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് തബീത്ത് നിരാശപ്പെടാൻ തുടങ്ങുന്നതും ഡോണ സംഘത്തിനോടായി കുറച്ചെടുത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് തബീത്തയുമായിരുന്നു സംസാരിച്ച് അവളെ ക്ലിയർ ആക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു നോട്ട് തബീത്ത ഡോണയുടെ റൂമിൽ കൊണ്ടുവച്ചില്ലായിരുന്നോ? ഇനിയും അതുപോലെ ഒരു നോട്ടും ഡോണയ്ക്ക് കാണാൻ താല്പര്യമില്ല. കുട്ടികൾക്ക് വേണ്ടി ഇറങ്ങി തിരിച്ച് ഒടുക്കം അവരുടെ അമ്മ നഷ്ടപ്പെട്ടു എന്ന് പറയാൻ ഡോണയ്ക്ക് കഴിയില്ലെന്നും ഈദനും ജൂലിയുമെല്ലാം ഡോണയുടെ കൂടെ സ്വന്തമാണെന്ന് അവർക്ക് തന്നെ തോന്നി തുടങ്ങി. അതുകൊണ്ട് കുട്ടികൾക്ക് വേണ്ടി ഇറങ്ങി എന്തെങ്കിലും സംഭവിക്കുന്നെങ്കിൽ അത് തബീത്തേക്കാളും താനായിരിക്കണമെന്ന് പറയുന്നതൊക്കെ ഡോണയുടെ സ്നേഹം നിറഞ്ഞ വാക്കുകളാണ്. തബീത്തയ്ക്ക് വലിയൊരു ആശ്വാസവും. ഈ ഒരു സമയത്താണ് ഈദനും എല്ലിസും അവിടെ ഒരു കിളിയെ കാണുന്നത്. ചിറകിനെന്തോ പരിക്കേറ്റ അവസ്ഥയിലാണ്. സാധാ കാക്കകൾ മാത്രമുള്ള ഗ്രാമത്തിൽ ആദ്യമായാണ് മറ്റൊരു കിളിയെ കാണുന്നത്. ഇതൊരു ശുഭസൂചനയെന്ന് കരുതുന്ന ഈദൻ ഇതിനെ കൂടെ കൂട്ടാമെന്നും സെറ്റിൽമെൻറ്റിൽ ചെന്ന് ലേക്ക് ഓഫ് ടീയേഴ്സ് കണ്ടെത്തി ഇതിനെ ഹീൽ ചെയ്യാൻ കഴിഞ്ഞാൽ എല്ലാവരും അത് സത്യമാണെന്ന് വിശ്വസിക്കുമല്ലോ എന്ന് പറഞ്ഞങ്ങനെ അവൻ കിളിയമെടുത്ത് ഒടുക്കമോർ കുടിലുകളുള്ള ലൊക്കേഷനിലേക്ക് റീച്ച് ആവുന്നു. ജെയ്ഡ് ഇതിനോടെ പറഞ്ഞ ദുരാത്മാക്കളിൽ നിന്ന് സംരക്ഷിക്കുന്ന രൂപങ്ങളും അവിടെ ഉണ്ട്. ഡോണ ഫസ്റ്റ് ടൈമാണ് സെറ്റിൽമെൻറ്റിൽ. അവരിതൊക്കെ കണ്ട് അതിശയിച്ചങ്ങനെ എത്രയും പെട്ടെന്ന് ശേഖരിച്ചാൽ അത്രയും നേരത്തെ രാവിലെ ഇവിടുന്ന് പോകാമെന്നങ്ങനെ പച്ചക്കറികൾ പറിക്കാനായി തയ്യാറെടുപ്പുകൾ നടത്തുമ്പോൾ ഈദൻ തബീത്തയുമായി കിളിയെ രക്ഷിക്കാൻ അവൻ്റെ ലക്ഷ്യമായ ലേക്ക് ഓഫ് ടീയേഴ്സിനെ തേടിയും തിരിക്കുന്നു. ഫാത്തിമ ഒരു മൺപ്രതിമ ഉണ്ടാക്കിയാണ് എന്ന് ജെയ്ഡും ഒളിച്ചെന്ന് കേട്ടറിഞ്ഞു. ബോയ്ഡിന് ഫാത്തിമയോട് ഈ ഒരു അവസ്ഥയിൽ ചോദിക്കാൻ കഴിയുന്നില്ല എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്. അവളുടെ മനസ്സിൽ നല്ല വേദനയുണ്ടെന്ന് അയാൾക്കറിയാം. ഇവിടെ ജെയ്ഡ് ട്രിപ്പിങ്ങിലല്ലെങ്കിലും നല്ല ബെസ്റ്റ് ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട്. താബീത്തയുമായിട്ടുള്ള കണക്ഷൻ, പുനർജനനം, ഇതൊന്നും ഇപ്പോൾ തിരിച്ചറിഞ്ഞില്ലായിരുന്നേൽ അവനൊരിക്കലും മഷ്റൂം പ്രയോഗത്തിലേക്ക് പോകില്ലായിരുന്നു. അതായത് ലഹരിയിലേക്ക് വീണ്ടും തിരിയില്ലായിരുന്നു എന്ന് പറയുമ്പോൾ ജെയ്ഡ് പറഞ്ഞു വരുന്ന കാര്യം മുമ്പുള്ളതേക്കാൾ പലരും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഉണ്ടാവുന്ന പല സന്ദർഭങ്ങളും ജനങ്ങളെ കണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുകയാണ്. ജെയ്ഡ് ആവശ്യപ്പെടുന്നത് ബോയ്ഡ് ഫാത്തിമയോട് എന്തിങ്ങനെ ചെയ്യുന്നു എന്നല്ല ചോദിക്കേണ്ടത്, മറിച്ച് എന്തിനവൾ ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നു എന്നതാണ്. കാരണം ഇങ്ങനെയൊന്നും ചെയ്യണമെങ്കിൽ ഈ ടൗൺ ഫാത്തിമയുടെ മനസ്സിലായി എന്തോ ഒരു വിത്ത് വിതച്ചിട്ടുണ്ട്. അതറിഞ്ഞേ പറ്റൂ. ജൂലി പുതിയ സ്റ്റോറി വാക്കിങ്ങിന് ഷീസ് ഗെറ്റിംഗ് റെഡി. അവളുടെ ആവശ്യമനുസരിച്ച് റാണ്ടൽ കുറേ ബ്ലാങ്ക് പേപ്പർ നോട്ടുകളുമായി വീട്ടിലേക്ക് എത്തുമ്പോൾ ജൂലിയോ അവളുടെ മുടി വെട്ടി നീളം കുറിച്ചുകൊണ്ടിരിക്കുകയാണ്. റാണ്ടൽ കാര്യം തിരക്കുമ്പോഴോ ഇത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞ ചിരിയാണ് വരുന്നത്. എന്താണെന്നറിയോ? ഞാൻ പറയുന്നത് ഫ്യൂച്ചർ ജൂലി വന്നപ്പോൾ മുടി വെട്ടി കളഞ്ഞിരുന്നത് വേറൊന്നും കൊണ്ടായിരിക്കില്ല. ഈ ഒരു പിശാച് ഇങ്ങനെ വലിച്ചുകൊണ്ടിരുന്നതായിരിക്കും. കഷ്ടപ്പെട്ട് ഇറക്കി വിടുന്ന പല പല തിയറികളും മാറി മറിയുന്നു. എന്നാൽ വെറുക്കനെ ഒന്ന് പറഞ്ഞതാ, അതിപ്പോൾ ഇങ്ങനെയായി. റാണ്ടലിൻ്റെ മൈൻഡ് വോയിസ് ഇപ്പോൾ എന്തായിരിക്കും എന്ന് നിങ്ങളുടെ തോന്നൽ വെച്ചൊന്ന് കമൻറ്റ് ചെയ്യും. ഇവിടെ അടുത്ത് മുടി വരാൻ വേണ്ടി കഷ്ടപ്പെടുന്നു, അപ്പോഴാണ് അവൾ ഉള്ള മുടി കൂടി വെട്ടിക്കളയുന്നത്. അങ്ങനെ വീണ്ടും റൂയിൻസിലേക്ക് എത്തുമ്പോൾ എന്താണ് അവളുടെ ബുക്ക് മാർക്ക് പ്ലാൻ എന്നറിയണ്ടേ?
ജൂലി പോക്കറ്റിലായി ഒരു ബ്ലാങ്ക് പേപ്പറും പേനയും വയ്ക്കും. എന്നിട്ട് റൂയിൻസിലേക്ക് പോയി ഒരു സന്ദർഭത്തിലേക്ക് എത്തുമല്ലോ, ഓൾറെഡി നടന്നു കഴിഞ്ഞ ഒരു പാസ്റ്റ് ചാപ്റ്ററിലേക്ക്. അവിടെ നിന്നിട്ട് ഈ പേപ്പർ എടുത്ത് ഒരു സിമ്പിൾ വരയ്ക്കും. സിമ്പിൾ എന്നത് ഇപ്പോൾ ഒരു ടെസ്റ്റ് മാത്രമാണ്. ആ സിമ്പിൾ വരച്ച പേപ്പർ അവിടെ ഉപേക്ഷിച്ചിട്ട് തിരികെ വരുമ്പോൾ ഇന്നേരം റൂയിൻസിൽ കിടക്കുന്ന ജൂലിയുടെ പോക്കറ്റിലെ ആ ബ്ലാങ്ക് പേപ്പറിൽ പഴയ ചാപ്റ്ററിൽ നിന്നുകൊണ്ട് വരച്ച അതേ സിമ്പിൾ കണ്ടാൽ അത് വർക്കായി എന്നർത്ഥം. ഇങ്ങനെ പേപ്പർ വരച്ച് എത്തപ്പെട്ട ആ ഒരു പാസ്റ്റ് ടൈമിൽ ഇടുക എന്നാണ് അവിടെ ബുക്ക് മാർക്ക് എന്നുള്ളത്. സിമ്പിൾ എന്നത് ഇപ്പോൾ വെറുതെ പരീക്ഷിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. ജൂലിയുടെ കണക്കുകൂട്ടൽ അങ്ങനെ സംഭവിച്ചാൽ, അതായത് പാസ്റ്റിൽ വരച്ചത് പ്രസൻറ്റുള്ള പോക്കറ്റിലെ പേപ്പറിൽ വന്നാൽ പോകെ പോകെ അവൾക്ക് ജിം മരിച്ചതിന് മുന്നേയുള്ള ഒരു സന്ദർഭത്തെക്കുറിച്ച് ഇതേപോലെ പേപ്പറിൽ എഴുതിയ ശേഷം അതുമായി റൂയിൻസിലൂടെ കടന്നാൽ അതേ സിറ്റുവേഷനിലേക്ക് എത്തിക്കൂടെ എന്നാണ്. തീർച്ചയായും ഇതിൽ കുറേ ന്യൂനതകളുണ്ട്. ബട്ട് ഫസ്റ്റ് അറ്റംപ്റ്റ് അല്ലേ. ജൂലി റാണ്ടലിനോട് 5 സെക്കൻഡ്സ്, 5 സെക്കൻഡിനുള്ളിൽ അവൾ ചെന്നെത്തുന്ന ആ സ്ഥലത്ത് നോട്ട് എഴുതിയിടും. അപ്പോഴേക്കും തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ കയറുവാണ് കഴിഞ്ഞുപോയ പുതിയൊരു ചാപ്റ്ററിലേക്ക്. എന്നാൽ ജൂലി ഇത്തവണ എത്തുന്നാകട്ടെ അതിഭീകരമായൊരു സിറ്റുവേഷനിൽ. അവൾ ചെന്നെത്തുന്നത് ടൗണിനെ ആകെ മാറ്റിയ 1978 ആ കൂട്ടക്കൊല നടന്ന സമയത്താണ്. വിക്ടർ ചെറുതായിരുന്ന ആ ഒരു സമയം, മിറാണ്ട സ്മൈലിയുടെ വായ കൊണ്ട് കൊല്ലപ്പെട്ടതിൻ്റെ പിറ്റേ ദിവസം. ആ കൂട്ടക്കൊലയിൽ വിക്ടർ ഒഴിച്ച് ടൗണിൽ അന്നേ വരെ ഉണ്ടായിരുന്ന സകലരും കൊല്ലപ്പെട്ടിരുന്നു. തീർച്ചയായും ജൂലിക്കെന്നല്ല, ഒരു വലിയ മനുഷ്യന് പോലും ഇതൊരു വൻ ഷോക്കാണ്. ശ്വാസം പിടിച്ച് വിറങ്ങലിച്ച് പോക്കറ്റിൽ നിന്ന് പേപ്പറും പേനയും എടുക്കവേ ഒരു ശബ്ദം, എന്തോ കടിച്ചു തിന്നുന്നത് പോലെ. നോക്കുമ്പോഴോ മാനിനിയല്ലോ. അവിടെ മരിച്ചു കിടക്കുന്ന ഒരുവൻ്റെ ലിവർ കടിച്ചു തിന്നുന്ന വല്ലാത്ത കാഴ്ച. അയാൾ ജൂലിയെ കണ്ടതും ഓടി അവളുടെ അടുത്തേക്ക് ആക്രമിക്കാൻ വരുവാണ്. ജൂലിയാകട്ടെ പേടിച്ചിരണ്ട് പേപ്പറിൽ സിമ്പിൾ വരച്ച് താഴെയിട്ട് ഒപ്പം പേനയുടെ ക്യാപ്പും പോയി ജീവനം കൊണ്ട് ഓടുന്നതും കൃത്യസമയത്ത് റാണ്ടൽ പിടിച്ചെടുക്കുന്നു. എലിമീശ വണ്ണത്തിലാണ് ജൂലി ഒരിക്കൽ കൂടി രക്ഷപ്പെട്ടത്, സൈജു കുറുബിന് നാഷണൽ അവാർഡ് മിസ്സായതുപോലെ. എന്നാലും എന്തൊരു ഭീകരമായൊരു കാഴ്ചയല്ലേ. മാനിനിയല്ലോ വളരെ നികൃഷ്ടമായൊരു എൻറ്റിറ്റിയാണെന്ന് ഇവിടെ തെളിഞ്ഞിരിക്കുകയാണ്. ഇനി ആ ടെസ്റ്റ് വിജയിച്ചെന്ന് നോക്കണ്ടേ. പേപ്പറിൽ നോക്കുമ്പോൾ ആ വരച്ച സിമ്പിൾ അതിൽ വന്നിട്ടുമില്ല. ഈ പ്ലാൻ വർക്കായില്ലെന്ന് അറിഞ്ഞോടൊപ്പം അവൾ കണ്ട ആ ടെററിൻ്റെ ഷോക്കിൽ വിറങ്ങലിച്ചിരിക്കുവാണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മാനിനിയല്ലോ ജൂലിയെ കണ്ടായുള്ളൊരു പരിചയം നടിച്ചിട്ടില്ല. സീസൺ 1 ഫസ്റ്റ് എപ്പിസോഡിൽ ഇവർ തമ്മിലുള്ള സംഭാഷണം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മൾ തമ്മിൽ ഇങ്ങനെ അടിക്കടി കാണുന്നത് നിർത്തണമെന്ന് പറഞ്ഞിട്ട്. എന്നാൽ ഇപ്പോൾ ഈ ഒരു സമയത്ത് മാനിനിയല്ലോ ഒരു പരിചയഭാവം കാണിക്കാതെ ഓടി അടുത്തേക്ക് വരികയാണ് ഉണ്ടായത്, കടിച്ചു കീറാൻ. ദാറ്റ് മീൻസ് മാനിനിയല്ലോ ജൂലിയെ കാണുന്ന ഫസ്റ്റ് മൊമെൻ്റ് ആണിത്. ഇനി മാനിനിയലെ കുറിച്ച് നമ്മൾ കൂടുതലും അറിയുകയാണ് വിക്ടർ ഹെൻറിക്ക് പറഞ്ഞു കൊടുക്കുന്നതിലൂടെ. ഇരുവരും വിക്ടറുടെ രഹസ്യ സങ്കേതമായ ട്രെയിലർ വാഹനത്തിനടുത്തേക്ക് എത്തി. അവിടെയായി അവൻ കുഴിച്ചുമൂടി ഉപേക്ഷിച്ചതായിരുന്നു പണ്ട് വരച്ച മാനിനിയല്ലോ ഡ്രോയിങ്സ് ഒക്കെയും. അത് ഓർക്കാതിരിക്കാനും അങ്ങനെയൊന്നും നടന്നിട്ടില്ലെന്ന് മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കാനായിട്ടും. മാനിനിയല്ലോ മറ്റുള്ള എല്ലാവരെയും പോലെ ഒരു കാറിൽ അവിടേക്ക് എത്തിപ്പെട്ടു. കാഴ്ചയിൽ ഒരു രസകരമായ വ്യക്തി. തങ്ങൾക്ക് നല്ല കൂട്ടാകുമെന്ന് വിശ്വസിച്ചു. എന്നാൽ അങ്ങനെയല്ലായിരുന്നു. എല്ലാവരും കൊല്ലപ്പെട്ട ആ ഒരു സമയത്ത് വിക്ടർ മിറാണ്ട മരിച്ചു കിടന്ന സ്ഥലത്തേക്ക് എത്തപ്പെട്ടപ്പോൾ കണ്ടത് അയാൾ അവരുടെ ശരീരം കടിച്ചു പറിച്ച് തിന്നുന്നതായിരുന്നു. ഇത് കേട്ട് ഹെൻറി ആകെ തകർന്നു പോവുകയാണ്. ഒരു മനുഷ്യനെ വരെ കടിച്ചു കയറി ഭക്ഷിക്കുന്ന എൻറ്റിറ്റി, തൻ്റെ ഭാര്യയെ കൊന്നു തിന്ന മഹാഭാവി. മാനിനിയല്ലോ കാണാതെ വിക്ടർ രക്ഷപ്പെട്ടത് ഒരു അത്ഭുതമാണ്. അന്ന് അയാൾ കണ്ടിരുന്നതിൽ തീർച്ചയായും ജൂലിയെ വേട്ടയാടാൻ ശ്രമിച്ച പോലെ അവരെയും പിടിച്ച് തിന്നാനെ. ബോയിൻ വൈറ്റ് അന്ന് രക്ഷിച്ചതായിരിക്കാം. കാരണം അവൻ്റെ കൂടെ അന്നുണ്ടായിരുന്നല്ലേ ആ ഒരു ബാലൻ. സേറയുടെ വെള്ളം കുടിക്കാൻ പറഞ്ഞത് അത് വെറുമൊരു പരീക്ഷണം തന്നെയായിരുന്നു എന്ന് നമ്മൾ അറിയുവാണ്. സ്വിമ്മിംഗ് പൂളിൽ വീണ് കൈയൊടിഞ്ഞ സോഫിയെ പരിചരിക്കവേ അവൾ ഇതെല്ലാം ദൈവത്തിന്മേലുള്ള നമ്മുടെ വിശ്വാസത്തെ പരീക്ഷിക്കുന്ന കാര്യങ്ങളാണെന്ന് പറഞ്ഞിട്ട് ബൈബിളിലെ അബ്രഹാമിൻ്റെ കഥ പറയുന്നു. തികഞ്ഞ ദൈവവിശ്വാസിയായിരുന്ന എബ്രാഹിമിനെ ഒരിക്കൽ ദൈവം പരീക്ഷിച്ചു, വിശ്വാസം തെളിയിക്കാൻ സ്വന്തം മകനെ കൊല്ലാനായി കൽപ്പിച്ചുകൊണ്ട്. അരുതായ്മായിരുന്നെങ്കിലും ഒടുക്കം അയാൾ അതിനെ തുനിഞ്ഞു. എന്നാൽ ദൈവം പ്രത്യക്ഷപ്പെട്ടത് തടഞ്ഞു. തികഞ്ഞൊരു വിശ്വാസിയാണെന്ന് പരീക്ഷിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് വെളിപ്പെടുത്തി. ഈ കഥ സോഫിയ പറയുമ്പോൾ അബ്രഹാം തന്നെയാണ് ഈ സേറ. ഉറ്റവർ കഷ്ടപ്പെടുന്നത് കണ്ട് അവൾ വീണ്ടും ആ വോയിസുകൾ അനുസരിക്കാൻ തുടങ്ങുകയാണ്. ആ വോയിസിനുമേൽ അവൾ വീണ്ടും അന്ധമായി വിശ്വസിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ജെയ്ഡ് പറഞ്ഞ പോലെ ഫാത്തിമ എന്തിനിപ്പോൾ ഇങ്ങനെ പ്രവൃത്തി ചെയ്യുന്നു എന്ന് ബോയിഡ് ചെന്ന് ചോദിക്കുന്നതിലൂടെ റിവീൽ ആവുന്നത് ഫാത്തിമയിലൂടെ പുനർജനിച്ചിരിക്കുന്ന ആ സ്മൈലി മോൺസ്റ്റർ. അതുമായി ഒരു കണക്ഷൻ ഉള്ളതുപോലെ അവൾക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നു. അവളുടെ ഓരോ ഭയവും ആശങ്കയും ആ മോൺസ്റ്ററും അതേപോലെ തന്നെ മനസ്സിലാക്കി ആസ്വദിക്കുകയാണ്. അതിനെ ചെറുക്കാനും താൻ സ്വയം സ്ട്രോങ് ആകാനും വേണ്ടിയിട്ടാണ് ഈ ഒരു രക്ഷാപ്രതിമ നിർമ്മിക്കുന്നത്. പാവം ഫാത്തിമ മൈൻഡ് ആകെ ഡിസ്റ്റർബ്ഡാണ്. കെന്നിയും ബോയിഡും കാര്യം മനസ്സിലാക്കിയതോടെ ഈ പരിപാടി കഴിയുന്നവരെ ഫാത്തിമയ്ക്ക് ഒറ്റയ്ക്ക് സമയം കൊടുക്കുന്നതിനെപ്പറ്റി സംസാരിച്ചിറങ്ങവേ ബോയിഡിന് മുന്നിലേക്ക് ഒരു മോതിരം വന്ന് വീഴുവാണ്. എവിടെ നിന്നോ എടുത്തു നോക്കുമ്പോൾ ഞെട്ടലുണ്ടാകുന്നതിൻ്റെ കാര്യം ഇത് ആബിയുടെ മോതിരമാണ്. താൻ വീട്ടിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഇൻഫിനിറ്റി സിമ്പിളുള്ള അതേ മോതിരമാണിപ്പോൾ എവിടെ നിന്നുമില്ലാതെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്.
ഉടൻ ജെയ്ഡിനെ കൂട്ടി ഷെരീഫ് സ്റ്റേഷനിലേക്ക് ഓടിയെത്തി ഈ കിട്ടിയ മോതിരം മേശപ്പുറത്ത് വെച്ച് ബോക്സ് തുറന്ന് നോക്കുമ്പോൾ അതിൽ ഈ സെയിം മോതിരം ഉണ്ട് താനും. രണ്ടും തമ്മിൽ ഒത്തുനോക്കാൻ മേശപ്പുറത്ത് വെച്ച് മോതിരം എടുക്കാൻ തുനിയുന്നതും അതവിടെ കാണാനില്ല. എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? നമുക്കറിയാം, ടൗണിൽ ഹാലൂസിനേഷൻസ് പലർക്കും അടിക്കടി വരാറുണ്ട്. മുന്നേ ആബിയുടെ കൈ വന്ന പോലെ ബോയ്ഡിൻ്റെ ഒരു തോന്നലാണോ ഈ മോതിരം? കാരണം ഇത് വേറെ ആരും കണ്ടിട്ടില്ല. ഓർ മറ്റൊരു ടൈം ലൈനിൽ നിന്ന് സ്റ്റോറി വാക്കിംഗ് ചെയ്ത ആരെങ്കിലും ബോയ്ഡിന് മുന്നിലേക്ക് ഇട്ടതാണോ ഇത്? എല്ലാം ലൂപ്പെന്ന പോലെ സൂചന നൽകാനായിട്ട്. നമുക്ക് നോക്കാം. സെറ്റിൽമെൻറ്റിൽ എല്ലാവരും പച്ചക്കറികൾ പിഴുതെടുക്കുന്ന തിരക്കിൽ നിൽക്കെ ഈതനും തബീത്തയും ഡോണയും ചേർന്ന് അവിടെയുള്ള തടാകത്തിലെ വെള്ളമെടുത്ത് കിളിയുടെ പുറത്തേക്ക് ഒഴിക്കുന്നു. ഈ തടാകമാണോ ലേക്ക് ഓഫ് ടീയേഴ്സ് എന്നറിയാനുള്ള ആദ്യ പരീക്ഷണം. അവരങ്ങനെ വെള്ളം തളിച്ച് നിൽക്കെ ഒരു സംഭവം നടക്കുവാണ്. കിളി ഹീലാവുന്നതെന്നല്ല, കൂട്ടത്തിൽ ഒരാൾ അവിടെ കുഴിക്കുന്നതിനിടെ ഒരു വലിയ കയർ തടാകത്തിലേക്ക് പോയിരിക്കുന്ന കണ്ട് വലിക്കുന്നതും കുറച്ചു മാറി കുമിളകൾ വരുന്നു. എല്ലാവരും അമ്പരന്ന് നോക്കി നിൽക്കെ പൊങ്ങി വരുവാണ് ഒരു ബോഡി. എന്താണത്? ട്രെയിലർ കണ്ടവർക്കറിയാം, അത് കോലങ്ങളാണ്, നോക്കുകുത്തികൾ. ഇത് സ്പോയിലറല്ല, നമ്മൾ കാത്തിരിക്കുന്ന ചില സംഭവങ്ങളുടെ തുടക്കമാണ്. ഓൾറെഡി എല്ലാവരും ട്രെയിലർ കണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഇതിപ്പോൾ ഒരു പേക്കൊലത്തെയാണ് അവരിപ്പോൾ കണ്ടതെങ്കിൽ വൈകാതെ ഇനിയും ഇതുപോലെ അവർ കണ്ടെത്തും. എന്നാൽ ഇതൊക്കെ എന്തിന് ഇങ്ങനെ കയറിൽ കെട്ടി മുക്കിയിട്ടിരിക്കുന്നു? ആരാണ് ഇതിന് പിന്നിൽ എന്നൊക്കെ നിഗൂഢതയാണ്. എന്തായാലും ലേക്ക് ഓഫ് ടീയേഴ്സ് ആകാൻ സാധ്യതയില്ല ഈ ഒരു തടാകം. ജൂലി കണ്ട ആ ഭീകരതയുടെ ആഫ്റ്റർ എഫക്റ്റ് നമ്മൾ ഇനിയും അറിഞ്ഞിട്ടില്ല. പകൽ കറങ്ങി നടപ്പുള്ള നരഭോജിയായ മോൺസ്റ്ററാണ് മാനിനുവല എന്ന് വൈകാതെ എല്ലാവരും അറിയാൻ പോവുകയാണ്, ജൂലിയിലൂടെയും വിക്ടറിലൂടെയും. ടൗണിൻ്റെ സമാനം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി. ജൂലിയുടെ ബുക്ക് മാർക്ക് പ്ലാൻ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. അവളവിടെ നടത്തിയത് ഒരു ശ്രമം മാത്രമാണ്. ജൂലിയുടെ പോക്കറ്റിൽ ഒരു പേപ്പറുണ്ട്. അവൾ പാസ്റ്റിലേക്ക് ചെന്നെത്തുമ്പോൾ ആ നിൽക്കുന്ന ജൂലിയിലും ഇവിടെ റൂയിൻസിൽ കിടക്കുന്ന ജൂലിയിലുമായി ഇപ്പോൾ 2 പേപ്പറായി. ആ നിൽക്കുന്ന സന്ദർഭം അറിയാലോ, അത് 1978 78 നിന്ന് പേപ്പറിൽ വരച്ച ആ സിമ്പിൾ റൂയിൻസിൽ പ്രസൻറ്റിലുണ്ടായിരുന്ന ജൂലിയുടെ പേപ്പറിൽ പതിഞ്ഞിട്ടില്ല. അപ്പോൾ അതിനർത്ഥം അവിടെ വെച്ച് ഈ പേപ്പറിൽ എന്തെഴുതിയാലും പ്രസൻറ്റിൽ മാറ്റമൊന്നും വരാൻ പോണില്ല എന്നാണ്. ജൂലിയുടെ ആ ഒരു ഐഡിയ ആണ് ഇവിടെ പാളിപ്പോയത്. എങ്കിലും ഒരു കാര്യം, അവളവിടെ 2 കാര്യങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ട്. ആ സിമ്പിൾ പേപ്പറും ഒപ്പം പേനയുടെ ക്യാപ്പും. പറഞ്ഞു വരുന്നത്, ഒരുപക്ഷെ ബുക്ക് മാർക്ക് ചെയ്യാൻ കഴിയുക എങ്ങനെയെന്നാൽ പ്രസൻറ്റിൽ നിന്ന് എന്തെങ്കിലും ഒരു വസ്തു പോകുന്ന പാസ്റ്റിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഉപേക്ഷിക്കുന്ന ആയിക്കൂടെ. എന്തായാലും അതിൽ ഇനിയും കുറേ ക്ലാരിഫിക്കേഷൻസ് വരാനുണ്ട്. പിന്നൊരു കാര്യം അറിയേണ്ടത്, പേപ്പറിൽ ഇങ്ങനെ ഓരോന്ന് എഴുതുന്നതുകൊണ്ട് എങ്ങോട്ടേക്ക് പോകണമെന്ന് തീരുമാനിക്കാൻ അത് സഹായമാവില്ല. അത് ജൂലി സഹായിക്കുന്നത് പാസ്റ്റിലും പ്രസൻറ്റിലും ബുക്ക് മാർക്ക് തമ്മിലുള്ള ലിങ്ക് വർക്ക് ചെയ്യുമോ ഇല്ലയോ എന്നറിയാൻ മാത്രമാണ്. അതുകൊണ്ടാണ് അവൾ തിരിച്ചെത്തിയപ്പോൾ ആദ്യം തന്നെ പേപ്പർ എടുത്ത് നോക്കിയത്. നിലവിൽ ആ സിമ്പിൾ വരച്ച 2 പേപ്പറുകളുണ്ട്. ഒന്നിപ്പോൾ റാൻഡലിൻ്റെ കയ്യിലും മറ്റൊന്ന് 1978. ഓർക്കുക, വിക്ടർ അതേ സമയം അവിടെ ഉണ്ട്. അവനോട് വൈകാതെ ബോയ് ഇൻ വൈറ്റ് അവിടെയുള്ളവരുടെ ഓർമ്മയ്ക്കായി പല വസ്തുക്കളും എടുക്കാൻ പറയും. ആ സമയത്ത് അവൻ ഈ പേപ്പറും പേനയും കാണുമായിരിക്കുമോ? കണ്ടറിയാം. എന്തായാലും നല്ലൊരു എപ്പിസോഡായിരുന്നു അത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാൻ മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടേക്ക് കെയർ ലവ്ലീസ്.